നമസ്കാരം, ലിറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ 4 വർഷത്തെ ബിരുദ കോഴ്സുകൾക്ക് ഈ അധ്യയന വർഷത്തിൽ തുടക്കം കുറിക്കുകയാണ്. MAS അബ്ദുള്ള മെമ്മോറിയൽ കോളേജ് കുന്നുകരയിൽ അധ്യാപകരും 4 വർഷ ബിരുദ കോഴ്സിനെയും പുതിയ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യാൻ സജ്ജമാണ്. ഒരുപാട് പ്രതീക്ഷയും ആകാംക്ഷയോടും കൂടിയാണ് പുതിയ വിദ്യാർത്ഥികളും മാതാപിതാക്കളും കോളേജിലേക്ക് എത്തിച്ചേർന്നത്. രാവിലെ 9:30 തുടങ്ങിയ രജിസ്ട്രേഷൻ ടേബിൾ വളരെ സജീവമായിരുന്നു. സ്വാഗതം ആശംസിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി കെയും അതോടൊപ്പം 4 വർഷത്തെ ബിരുദ കോഴ്സിനെയും അതിന്റെ സാധ്യതയെയും കുറിച്ച് അദ്ദേഹം വിശദമാക്കി. തുടർന്ന് പ്രശസ്ത സൈക്കോളജിസ്റ്റ് സെബാസ്റ്റ്യൻ അറക്കൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. കലാലയ ജീവിതം മാറ്റത്തിന്റെ തുടക്കമാണെന്നും ജീവിത ലക്ഷ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം കുട്ടികൾക്ക് പകർന്നു നൽകി. IQAC കോർഡിനേറ്ററും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ HODയുമായ ടോജിൻ ജോസ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആദ്യഘട്ടം അവസാനിപ്പിച്ചു. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ BA അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ MAS എറണാകുളം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് KM ലിയാഖത്ത് അലിഖാൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അദ്ദേഹം ലഘുവിവരണം നൽകി. ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബുക്ക് തുറന്ന് എക്സാം എഴുതണം. ചെയ്യാൻ പറ്റില്ല. കാരണം LSM he or she must thorough in subject. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, ബോത്ത് അറ്റ് ദ സെയിം ടൈം they are getting practical and theoretical knowledge, and the same time in internship they are getting opportunities in reputed factories or industries or corporates. So in all together they are getting lot of opportunities related to their job, their talent, their career. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 4ാം റാങ്ക് കരസ്ഥമാക്കിയ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥി ഹാരിസ ഫാത്തിമയെ ആദരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല 4 വർഷ ബിരുദം ഉദ്ഘാടനം ചെയ്തത് തത്സമയം പ്രദർശിപ്പിച്ചു. നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ടെക്നോളജിക്കൽ മേഖലയിൽ, ആർട്സ് ആൻഡ് സയൻസ് മേഖലയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈന ബാബു, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റ് AP മുരളീധരൻ, കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ഷിബു അലിയാർ, കോളേജ് വൈസ് ചെയർമാൻ CA സലാം, വൈസ് പ്രിൻസിപ്പൽ MG വിനയകുമാർ തുടങ്ങിയ പ്രമുഖർ കൊമേഴ്സ് വിഭാഗം HOD റോണി റോസ് നന്ദി പ്രകാശിപ്പിച്ചു. ആദ്യവർഷ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നൽകിക്കൊണ്ട് കോളേജ് അധ്യാപകരും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുന്നതിനായിട്ടുള്ള ആദ്യ ചുവടുപടിയാണ് ഇന്ന് കേരളമൊട്ടാകെ എല്ലാ സർവകലാശാലകളിലും വിജ്ഞാനോത്സവം എന്ന പേരിൽ നടക്കുന്നത്. ഈ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നിവിടെ ഒത്തിരി ആശങ്കയോടുകൂടിയും അതിലേറെ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയും 4 വർഷം ക്യാമ്പസിൽ എൻജോയ് ചെയ്യാൻ വന്ന നമ്മുടെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടി എളുപ്പമാകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ മാൻഡേറ്ററി ആയിട്ട് ഓരോ സെമസ്റ്ററിലും ഇൻഡസ്ട്രി വിസിറ്റുകൾ പറയുന്നുണ്ട്, ഇന്റേൺഷിപ്സ് പറയുന്നുണ്ട്. 4ാമത്തെ സെമസ്റ്ററിൻ്റെ അവസാനത്തിൽ 5ാമത്തെ സെമസ്റ്ററിൻ്റെ ഇടയിലുമായിട്ട് ഒരു ഇന്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ട് ചെയ്യണം. പിന്നെ വർക്ക്ഷോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സിൻ്റെ ടോക്ക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മുടെ പുതിയ കരിക്കുലം എന്ന് പറയുന്നത്. ഒരു നല്ല കരിക്കുലം തന്നെയാണ് AICT നമുക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരിക്കുലം സ്റ്റഡി ചെയ്ത് പുറത്തിറങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നല്ല രീതിയിലുള്ള എന്താ പറയുക ഫ്യൂച്ചർ അവരെ കാത്തിരിക്കുന്നുണ്ടാവും. പുതിയ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അവരുടെ ആകാംക്ഷയും MAS കോളേജിൽ ചേർന്ന സന്തോഷവും പങ്കുവച്ചു. കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ പറ്റും. നല്ല കോളേജാണ്. വളരെ നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ, വിദ്യാർത്ഥികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ നവാഗതർക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് മുതിർന്ന വിദ്യാർത്ഥികളും സംസാരിച്ചു. കോളേജിൽ വരുന്നത് പ്രണയിക്കാൻ മാത്രമല്ല, എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു പരിപാടി വെച്ച് പിള്ളേരുണ്ടാകും. അതേപോലെ ആവരുത്. എല്ലാവരും കോളേജിൽ നിന്ന് ആസ്വദിക്കാൻ പഠിക്കണം. സ്വന്തം ഭാവി നോക്കണം. ഇവിടെ വന്ന് കളിച്ചിരിച്ചാൽ പാസ്സായി പോകാനുള്ള സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വന്നിട്ട് കാര്യമില്ല. നവാഗതർക്ക് ലിറ്റ് ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.